ഇതിന്റെ ക്ലച്ച് കരിച്ചേക്കാം. സ്പിന്നടിക്കാതെ വീൽ സ്പിന്ന് സോഫ്റ്റ് ലോഞ്ച് അടിച്ചിട്ട് സ്പിൻ ആവുക. നമുക്കൊരു ബേണൗട്ടൊക്കെ അടിക്കണ്ടേ? ഹായ് ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ കാനഡയിലെ തന്നെ മലൂസ് നടത്തുന്ന ഏറ്റവും വലിയ ഒരു മലയാളി കാർ മീറ്റിന് പോകാനുള്ള പ്രിപ്പറേഷനിലാണ്. നമ്മുടെ ക്ലബ്ബിലെ വണ്ടികളും കാര്യങ്ങളും എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ഇനിയും കുറേ കാറുകളൊക്കെ വരാനുണ്ട്. നമ്മുടെ BMകൾ 3 നിരന്ന് കിടക്കുന്നുണ്ട്. E92 2 F10 ഒരെണ്ണം, പിന്നെ വേറെ കുറച്ച് വണ്ടികളൊക്കെ വരാനുണ്ട്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ബാഗ്ഡ് മസ്റ്റാങ് കിടക്കുന്ന കാണാം. വണ്ടിയെല്ലാം കഴുകി സെറ്റാക്കി കിടക്കുകയാണ്. ഇതാണ് നമ്മുടെ ബൈക്കേഴ്സ് എല്ലാം കിടക്കുന്നത്. ഇത് ഡുക്കാറ്റി സൂപ്പർ സ്പോർട്ട് 950 കിടക്കുന്നുണ്ട്. ഇത് അടുത്തിടയ്ക്ക് ഇറങ്ങിയ കാവസാക്കിയാണ്. അത് നമ്മുടെ ചാനലിൽ പരിചയമുള്ള വണ്ടിയാണല്ലോ, നമ്മുടെ RC. ഇവിടുന്ന് നമ്മുടെ ക്ലബ്ബിലെ മെമ്പേഴ്സ് എല്ലാം എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഇവിടുന്ന് ഡ്രാഗ് വേയിലോട്ട് റോൾ ചെയ്യും. ഒന്നിച്ചൊരു ക്രൂസ് ചെയ്ത് അങ്ങോട്ട് പോകാനായിട്ടാണ് നിലവിലുള്ള പ്ലാൻ. ഏകദേശം ഒരു 45 മിനിറ്റ്സ് ഡ്രൈവാണ്. നൈസ്. എല്ലാവരും ഒരു ഫാമിലി മെമ്പർ വരെ ക്രൂസ് ചെയ്ത് പോകുന്നൊരു പ്രത്യേക വൈബാണ്. അപ്പോൾ എല്ലാവരും വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അവിടെ ചെന്ന് കഴിയുമ്പോൾ കാര്യങ്ങളൊക്കെ കളറാവും. അവിടെ ബേസിക്കലി ഡ്രാഗ് സ്ട്രിപ്പാണ്. ഒരു ക്വാർട്ടർ മൈൽ നമ്മൾ ടൈം അറ്റാക്ക് ചെയ്യണം. നമ്മൾ ക്വാർട്ടർ മൈൽ എത്ര ടൈമിൽ നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് മേജർ പോയിൻ്റ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ പലതവണ നമുക്ക് ട്രൈ ചെയ്യാം, ടെസ്റ്റ് ആൻഡ് ട്യൂൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ അവിടെ സെൻറ്റ് തോമസ് ഡ്രാഗ് വേയിൽ ചെന്നിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മളിവിടെ ഇവൻറ്റിൻ്റെ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. സെൻറ്റ് തോമസ് ഡ്രാഗ് വേ ആണ് ഈ കാണുന്നത്. ഇവിടെ പല കാർ ക്ലബ്ബുകളും കാര്യങ്ങളും കാനഡയിലുള്ള മലയാളി കാർ ക്ലബ്ബുകളും എല്ലാം വന്നിട്ടുണ്ട്. ഇനി കുറേ കാറുകളൊക്കെ വരാനുണ്ട്. ആ കാണുന്നതാണ് ഡ്രാഗ് സ്ട്രിപ്പിലോട്ടുള്ള ലൈനപ്പ്. അപ്പോൾ അവിടെ ലൈനപ്പ് ചെയ്ത് ഫ്രണ്ടോട്ട് കയറി ചെന്ന് കഴിയുമ്പോൾ അവിടെ നിന്നാണ് സ്റ്റാർട്ട് പോയിൻ്റ് പോകുന്നത്. അവിടുത്തെ ബൈക്കുകളൊക്കെ പോകുന്നതാണ്. ബൈക്കുകളെന്ന് പറഞ്ഞാൽ ഒരു ബൈക്കിൻ്റെ സെഗ്മെൻ്റ് ഒന്നും പിടിച്ച് നിൽക്കാൻ പറ്റാത്ത സെഗ്മെൻറ്റാണ്. 1000cc ഹയാബൂസ എല്ലാം വെട്ടിയും പുകയാണ്. പിന്നെ പോയിട്ട് കാറുകളും അത്യാവശ്യം നല്ല മോഡേൺ കാറുകളും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. നമ്മളൊരു ട്രിപ്പ് ഇറങ്ങി, വലിയ തെറ്റില്ലാത്തൊരു നമ്പർ അടിച്ചു. നമുക്കൊന്നും കൂടെ പോകണം, വണ്ടി ഒന്ന് കൂൾ ഡൗൺ ചെയ്യാൻ വെയിറ്റ് ചെയ്യാണ്. ഒരു E92 ക്ലച്ച് ഏകദേശം കുറേ തീർന്നിട്ടുണ്ട്. വണ്ടി സ്റ്റോക്ക് ക്ലച്ചായിരുന്നു. ഒബ്വിയസ്ലി നമുക്കറിയാവുന്ന നമ്മൾ റീസെൻ്റ്ലി സ്റ്റേജ് 2 അടിച്ചേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ആ വണ്ടി ഒതുക്കിയിട്ടേക്കാണ്. നമ്മൾ ഒന്നുകൂടെ ഇറങ്ങണം ബാക്കി വണ്ടികളൊക്കെ വെച്ച്. അപ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷങ്ങൾ ബാക്കി കാണാം. അപ്പോൾ നമ്മൾ മറുവാനുമായിട്ട് അടുത്ത ട്രാക്ക് നമ്മുടെ 535 കഴിഞ്ഞ ദിവസം ട്യൂൺ ചെയ്ത വണ്ടിയെ പോവാണ്. അപ്പോൾ നമുക്ക് നോക്കണം എത്ര അടിക്കുമെന്ന്. അപ്പം ഇതാണ് ബൈക്കുകാരെല്ലാം അവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വണ്ടികളെല്ലാം അവിടെ ലൈനപ്പ് ചെയ്തിട്ടുണ്ട്, കുറച്ച് വണ്ടി വന്നവരെല്ലാം. അപ്പോൾ നമുക്കിനി ട്രാക്ക് അടിക്കണം എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ബൈക്ക് പിള്ളേർ അവിടെ നിൽപ്പുണ്ട്. അവന്മാരുടെ അടുത്ത് ഞാൻ പോയി കാണിച്ചു തരാം. Are you ready? I am ready. ഫസ്റ്റ് തവണ പോയി മുഞ്ചി, കേൾക്കത്തില്ല, ഉറക്കെ പറ. ഫസ്റ്റ് തവണ മുഞ്ചി, അടുത്ത തവണ നമുക്ക് ശ്രമിക്കാം.
അതെ, നമ്മൾ ശ്രമിക്കുന്നത് നമ്മുടെ R6 അവിടെ നിൽപ്പുണ്ട് അടിക്കാൻ വേണ്ടി കള്ളൻ. നമ്മൾ എന്നെ അടിക്കാൻ നോക്കാം. നമുക്ക് മറവാനായിട്ട് പിടിച്ചാലോ? മറവാൻ പുറകെ മഞ്ഞ ഹെഡ്ലൈറ്റ് ഒക്കെ ആയിട്ട് നിൽപ്പുണ്ട്. ആക്കാൻ പറ്റത്തില്ലേ അതിന്? ഓ, കല്ലട റെഡിയാണോ? റെഡി ബൂമ്പാ, വാ പോയി നോക്കാം. കല്ലടി അടിച്ച് പറിക്കൂടെ? സ്പിൻ അടിക്കാതെ, വീൽ സ്പിൻ സോഫ്റ്റ് ലോഞ്ച് അടിച്ചിട്ട് സ്പിൻ ആവുക. ഫുൾ ട്രാക്ഷൻ നമുക്ക് നോക്കാം, എന്തേലുമൊക്കെ അടിക്കണം. നോക്കാം, ഇങ്ങനെയല്ലേ പഠിക്കണേ. വണ്ടി തന്നെ, വണ്ടി ക്ലച്ച് തീർത്തു. എല്ലാം തീർന്നു. അടുത്ത റൗണ്ട് ഇറങ്ങുമല്ലേ? അടുത്ത റൗണ്ട് ഇറങ്ങുമല്ലോ നമ്മള്. പിന്നെ അല്ല, അടുത്ത റൗണ്ട് അടിച്ചേക്കാം നമുക്ക്. ഇതിന്റെ ക്ലച്ച് കരിച്ചേക്കാം. നമ്മുടെ എല്ലാം കരിച്ചിട്ടുണ്ട്. ഇവൻ അരുൺജി അടിച്ചുണ്ട്, ഇപ്പം ബൈക്ക് അടിച്ചുണ്ട്. അതെ, ക്ലച്ച് കരിച്ച വീട്ടിൽ നമ്മൾ ടോ ചെയ്തോട്ടെ. അപ്പോൾ അതെ, നമ്മുടെ ബൂസ്റ്റ് സൗത്തിന് 2 വണ്ടി അടിക്കാൻ വേണ്ടി അമ്മമാർ ഒപ്പം ഇട്ടുണ്ട്. ആരടിക്കുമെന്ന് നോക്കാം. രണ്ടും മാനുവലാ, റിയർ വീൽ ഡ്രൈവ്. നല്ല രസമായിരിക്കും. ബ്രിട്ടോയിട്ടാണ് അടിക്കണേ. റെഡ്. നമ്മുടെ ഗോൾഫാർ ഇവിടെ അവർ നോക്കുന്നുണ്ട്. 2 സ്റ്റെപ്പ് പരിപാടികളൊക്കെ ട്രാക്കിലോട്ട് പോവുക പുള്ളി. അപ്പം അതുവേണ്ടി നോക്കുക എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയെന്ന്. അപ്പോൾ നമുക്ക് അത്യാവശ്യം കുറച്ച് വണ്ടികൾ അടിച്ചു. ഇവിടെ നമ്മുടെ വേറൊരു പയ്യൻ്റെ വണ്ടി ഇവിടെ ഫ്രണ്ടൊക്കെ പൊളിച്ച് വന്നിട്ടുണ്ട്. തോംസൺ റെഡിയാണോ അടുത്തതിന്? തോംസന് ബെസ്റ്റ് എത്ര? റെഡി. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഗോൾഫാർ അവിടെ നിൽപ്പുണ്ട്. ഓരോരുത്തന്മാരടിച്ചു. അതുപോലെ തന്നെ നമ്മുടെ S5 S6 ഉണ്ട്, S5 ഉണ്ട്, എല്ലാം ഉണ്ട് അവിടെ. നമ്മുടെ ബൈക്കുകാർ പയ്യന്മാർ നിൽക്കണു. അപ്പോൾ എല്ലാവരും ഇവിടെ ഡ്രാഗ് അടിച്ചു. ഇതാണ് ഡ്രാഗ്, മലയാളി ഡ്രാഗ് എന്ന് പറഞ്ഞാൽ മലയാളികൾ മാത്രം ഫ്രീ ആയിട്ട് എല്ലാവർക്കും ഇവിടെ കൊടുക്കണമാണ്. നമ്മുടെ ബോബൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ വലിയൊരു ബിസിനസ്മാൻ ഉണ്ട്, പുള്ളി കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നമുക്ക് ഇവിടുന്ന് ഇവർ പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് അവിടെ പോയി നിൽക്കണം. അവിടെ പോയി നിന്ന് കഴിയുമ്പം ലൈറ്റ് കഴിയുമ്പോൾ കറക്റ്റ് റിയാക്ഷൻ ടൈമിലാണ് ഇതിൽ. അതായത് കറക്റ്റ് റിയാക്ഷൻ ടൈമിൽ കൊടുത്താൽ നമ്മൾ കയറും. പവറിലല്ല. പിന്നെ വീൽ സ്പിന്നൊക്കെ വന്നാൽ പിന്നെയും പ്രശ്നമാകും. അപ്പം ഇവിടെ ഓൾ വീൽ ഡ്രൈവും റിയാക്ഷൻ ടൈമും ആണ് മെയിൻ. പിന്നെ സ്റ്റോക്ക് വണ്ടി വരെ നല്ല അടി അടിക്കും. കണ്ട ആ സ്റ്റേജ് എന്ന് കാണുന്നത് ലൈറ്റുകൾ നിങ്ങൾക്ക് എത്ര കാണാൻ പറ്റുന്ന ഇത് കണ്ടോ. ഇനിയിപ്പോൾ കറക്റ്റ് ഇത് ചെയ്യുക. ഇവിടെ കൂടെ തന്ത്രങ്ങൾ ആലോചിച്ച് മറവാനും തോംസണും കൂടെ അടിച്ച് പറത്തോ രണ്ടും കൂടെ ഇന്ന്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഇവൻറ്റിന് മെയിൻ വണ്ടികളെല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട്. സൂപ്പർ കാർസൊക്കെ ഇറങ്ങുന്നുണ്ട്. ഈ പുറകെ കാണുന്നതാണ് പച്ച GT3 RS ആണ് കിടക്കുന്നത്. സൈഡിൽ തന്നെ ഓഡിയുടെ RS7 കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. ഇവിടുത്തെ മെയിൻ സ്പോൺസർ ബോബൻ ചേട്ടൻ്റെ വണ്ടിയാണ് GT3 RS കിടക്കുന്നത്. പിന്നെ നമ്മുടെ വേറൊരു സ്പോൺസറിൻ്റെയാണ് ഫെറാറി SF70 കിടക്കുന്നുണ്ട്. വണ്ടി പുത്തൻ വണ്ടിയാണ്. വണ്ടി ഓടിച്ചുകൊണ്ട് പോലെ വന്നാണ്ട് വണ്ടി ടോ ചെയ്താണ് വണ്ടി ഇറങ്ങുന്നത്. അപ്പോൾ ഈ പുറകെ കാണുന്ന ആളുകളെല്ലാം വെയിറ്റ് ചെയ്യുന്നത് ഈ SF90 ഇറങ്ങാനായിട്ടാണ്. വണ്ടി കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം, സൂപ്പർ കാറാണല്ലോ. ഒബ്വിയസ്ലി ആളുകൾക്കെല്ലാം ക്രേസുള്ളൊരു വണ്ടിയാണ്. പിന്നെ അവിടെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ലൈനപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മുടെ പിള്ളേരൊക്കെ എല്ലാം അവിടെ ലൈനിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് ക്വാർട്ടർ മൈലിന് ഡ്രാഗ് അടിക്കാനായിട്ട്. നമ്മുടെ ബേണോട്ട് മെയിൻ ഡേയ്സ് വന്നിട്ടുണ്ട്. അതിന് വേണ്ടി ഡേയ്സ് ഇതാ വന്ന് ബേണോട്ട് അടിക്കുന്നു, പോകുന്നു.
മച്ചാൻ. എവിടെ ഫെറാറി ഇറക്കിക്കൊണ്ടിരിക്കുക. എവിടെ നമുക്കൊരു ബേണൗട്ടൊക്കെ അടിക്കണ്ടേ? അതായത് നമ്മൾ ഡേയ്സിന്റെ ടീമുകളെല്ലാം വന്നിട്ടുണ്ട്. അവരിത് കുറച്ച് പേര് നേരത്തെ ഇവിടെ അടിക്കുന്നുണ്ട്. എല്ലാവരും ഇതേ മല്ലൂസിന്റെ മെയിൻ ആള്. ഓ യാ, പുള്ളി ഫെറാറി ഒക്കെ ഇറക്കി. GT3 RS ഇറക്കണ്ടോ? GT3 RS ഇറക്കണ്ടോ? ഇറക്കുന്നുണ്ട്. അതും R7 തമ്മിലൊരു ഷോ റേസ് ഉണ്ട്. കഴിഞ്ഞിട്ട് ഒരു ഷോ റേസ് ഇറക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ 2 പയ്യന്മാരുടെ വക ബേൺ ഔട്ട്. ഇനാഗുറേഷൻ റെഡിയാണോ? ബേൺ ഔട്ട് വേണം എനിക്ക്. അപ്പോൾ ഇതേ ഫെറാറി ഇതേ തോട്ട്രക്കിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട്. മാരക ലുക്കാണ് വണ്ടി. അന്ന് റിവ്യൂ ആയിരുന്നെങ്കിൽ. അതെ, ഡബ് ചെയ്ത് കേൾക്കാൻ പറ്റുമെങ്കിൽ നല്ലതായിരുന്നു. മെയിൻ ഇറങ്ങുന്ന വണ്ടികളിൽ 3 വണ്ടികളാണ് കിടക്കുന്നത്. പോർഷെ GT3 ഉണ്ട്, 2 പോർഷൻ ഉണ്ട്. അത് GT3 ഉണ്ട്, RS ഉണ്ട്, R7 ഉണ്ട്. ഡ്രാഗൺ ഇറക്കാൻ പോകണോ? വണ്ടിയല്ല, അത് 2 വണ്ടി. പക്ഷേ GT3 RS ഇട്ട് അടിക്കാം. ഇത് നമ്മുടെ ഇത് ആരാന്നറിയോ? GT3 വണ്ടി നമ്മളെ കുറലങ്ങാട് കോട്ടയംകാരനാ. ഇതിന്റെ ഫയർ ഹൈഡ്രന്റ് ഒക്കെ ഇരിക്കണോ? ഫയർ ഹൈഡ്രന്റ് ഉണ്ട്, പിന്നെ കാർബൺ ഫൈബർ എക്സോസ് നോട്ടൊന്ന് കഴിക്കാവോ? ഇതിലൊക്കെ അല്ലേ അപ്പൊ നമ്മുടെ ക്ലബിന്റെ അടുത്ത മെയിൻ വണ്ടി അയ്യോ എപ്പോ വന്ന് ഓ യാ റെഡി പുല്ല് ഞങ്ങൾ ഇറങ്ങി. ഞാൻ ക്ലച്ച് തീർത്തു കയറ്റി ഇട്ടു. പുല്ല് മെയിൻ ട്രാക്ക് ടയറൊക്കെ ഇട്ട് വന്നു. കൊള്ളാം എന്നെയൊക്കെ ചെയ്തേക്കണം. അത് പറഞ്ഞു ജസ്റ്റ് പറഞ്ഞു എന്നൊക്കെ ചെയ്തേക്കണം. ട്യൂൺ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എടുത്ത് കാണിക്കാതെ വണ്ടി പറയും. നിങ്ങൾ ബ്രേക്ക് എല്ലാം മാറി. ബിഗ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, ലൈറ്റ് വെയിറ്റ് വീലുണ്ട്, പിന്നെ എന്നാ സെമി സിലിക്സ് ഉണ്ട്. പക്ഷെ സെമി സിലിക്സ് ട്രാക്കിനുള്ളതല്ല, ഞാൻ ട്രാക്കിൽ പോകാൻ വേണ്ടി. വണ്ടി സ്റ്റിക്കാണ് നമ്മുടെ 370Z സാധനം സെറ്റ് ചെയ്ത് പുള്ളിയായിട്ട് പറ്റുന്ന എല്ലാം ചെയ്തിട്ടുണ്ട്. എന്നെ കൊണ്ട് പറ്റുന്ന ഏറെക്കുറെ ചെറുതായിട്ട് നമുക്ക് അടിക്കണ്ട ഈ പ്രാവശ്യം അടിക്കാന്ന് വിചാരിക്കുന്നു. നമ്മുടെ R61 അവിടെ കിടന്ന് ബേണൗട്ടൊക്കെ അടിക്കണുണ്ട്. പുള്ളി ഇത് ട്രാക്കിൽ കയറി ബേണൗട്ട് അടിക്കാൻ വേണ്ടിയുള്ള പരിപാടികളൊക്കെയാണ്. എന്താ വെച്ചാൽ ടയർ വാമപ്പ് ആക്കണം. ടയർ വാമപ്പ് ആക്കി കയറിയാൽ അത്യാവശ്യം അടിക്കാമല്ലോ. ഇപ്പം നമ്മുടെ മറ്റേതും ഓപ്പോസിഷനും 2 R6 തന്നെയാണ്. പയ്യന്മാർ അത്ര അടിക്കുമെന്ന് നോക്കാം. പയ്യന്മാർ അടിക്കുക 2 600 സെഗ്മെൻറ്റ് ആയതുകൊണ്ട് 12 to 15 അടിക്കും. ഡിപ്പെൻസ് ഓൺ ദി ഡ്രൈവർ. അപ്പോൾ ഇതാണ് നമുക്ക് ഡ്രാഗ് ഇവൻ്റ് ഒക്കെ ഫുള്ളി സ്പോൺസർ നമ്മുടെ ബോബൻ ചേട്ടൻ. ഇവിടുത്തെ വലിയൊരു ബിസിനസ്മാനാണ്. ഇഷ്ടംപോലെ കാർ ഡീലർഷിപ്പുകളൊക്കെ ഉണ്ട് ബോബൻ ചേട്ടന്. അപ്പോൾ ബോബൻ ചേട്ടനാണ് ഇതിപ്പം ഈ കഴിഞ്ഞ വർഷം നമുക്ക് ഡ്രാഗ് വന്നു, ഈ വർഷം ഡ്രാഗ് വന്നു. ഫ്രീ ഓഫ് കോസ്റ്റാണ് പുള്ളി നമുക്ക് ചെയ്ത് തന്നെ. ബോബൻ ചേട്ടൻ അപ്പം നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പം ബോബൻ ചേട്ടൻ എന്താണ് ഇപ്പോൾ പരിപാടി? ഇപ്പോൾ GT3 RS ഇറക്കി. കഴിഞ്ഞ വർഷം നമ്മൾ GTR ആയിരുന്നു. ഈ പ്രാവശ്യം കപ്പടിച്ചുകൊണ്ട് പോകാനുള്ള പരിപാടിയാണ്. അതെ, കഴിഞ്ഞ പ്രാവശ്യം ഇത് അടിപൊളിയായിട്ട് അടിച്ചിപ്പം നമ്മളിപ്പോ കണ്ടു. അതെ ഈ പ്രാവശ്യം എന്തായാലും നോക്കാം കപ്പടിക്കാൻ പറ്റുമെന്ന്. അതെ, പിന്നെ നമ്മുടെ അടുത്ത പ്രോഗ്രാം വരുന്നുണ്ടല്ലേ? അതെ നമ്മുടെ സൗത്ത് സൈഡ് സിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിന്റെ ഒരു പ്രോഗ്രാം വരുന്നുണ്ട്. അതും ബോബൻചാണ്ട് ഡീലർഷിപ്പ് വെച്ചിട്ട് നെക്സ്റ്റ് മന്ത് നടത്തുന്നത്. അത് പക്ഷേ ഡ്രാഗ് അല്ല, നമ്മൾ വേറെ കുറച്ച് ഇവന്റ്സ് ബേണർ കോമ്പറ്റീഷൻ 2 സ്റ്റെപ്പ് ഒക്കെ ആയിട്ടാണ് നോക്കുന്നത്. അപ്പോൾ എല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ബോബൻചാണ്ട് ഈ വണ്ടിയുടെ ഫുൾ റിവ്യൂ നമുക്ക് ബോബൻചേട്ടൻ തരണം. അപ്പോൾ നമുക്കത് ചെയ്യാം. അപ്പം ബോബൻചേട്ടാ താങ്ക്സ് ഫോർ ടൈം. ഓക്കെ, വീണ്ടും ഡേയ്സ് ബേണൗട്ട് അടിക്കുന്നു, വരുന്നു, പോകുന്നു. ബേണൗട്ട് അടിക്കുന്നു, വരുന്നു, പോകുന്നു. എന്താ നിനക്ക് പറയാനുള്ളത്? നീ അടിക്കണില്ലേ? ഷോറൈസോ? അപ്പൊ ഈ വണ്ടികളൊക്കെയാണ് ഷോറൈസിന് കാരണം. ഇതും ജെയ്സിന്റെ. ഓ ഓക്കെ സെറ്റ് നിങ്ങളുടെ ക്ലച്ചർ. അപ്പോൾ നമ്മുടെ ഡ്രാഗ് ഇവൻ്റ് ഏകദേശം ഒരു എൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ടെസ്റ്റ് ആൻഡ് 2 നടത്തുന്നവരെല്ലാം കഴിഞ്ഞു. ഈ കിടക്കുന്ന 6 വണ്ടികളാണ് നമ്മുടെ ക്ലബ്ബിലുള്ള ഫാസ്റ്റസ്റ്റ് കാറുകളെല്ലാം കിടക്കുന്നത്. അപ്പുറം കിടക്കുന്നതൊക്കെ വേറെ നമ്മുടെ മലയാളി ക്ലബ്ബുകൾ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ അതിലെ ക്ലബ്ബുകളിലെ വണ്ടികളാണ്. അപ്പോൾ ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇനിയുള്ള
ബാക്കിയുള്ള കാറുകളുമായിട്ട് കോമ്പീറ്റ് ചെയ്ത് അതിൻ്റെ അകത്തുനിന്ന് ഏറ്റവും ബെസ്റ്റ് ക്വാർട്ടർ മൈൽ ടൈം എടുത്തിട്ട് അത് വരുന്നവരാണ് വിന്നേഴ്സായിട്ട് വരുന്നത്. ബെസ്റ്റ് ഫാസ്റ്റസ്റ്റ് മല്ലു കാർ ക്ലബ്ബ് ചൂസ് ചെയ്യുന്നത് അങ്ങനെയാണ്. ഹാപ്പി. അതെ, നമ്മുടെ ക്ലബിന് വേണ്ടി ലൗഡസ്റ്റ് കാർ അടിച്ച ഡിറ്റോ ആണിത്. പരിപാടി നമുക്ക് സ്പോൺസർ ചെയ്യാൻ പറ്റിയത് താങ്ക്സ് ടു മല്ലു ഗ്രൂപ്പ്സ് ഫോർ ഗിവിംഗ് us this opportunity. Again, Wolf Performance ഇന്ത്യയിലെ പേരിട്ട ഒരു ട്യൂണറാണ്. So we're launching them in Canada. So all your tuning needs, you can reach out to Wolf Performance in Canada. Thank you. And now the Rough Battle winner. Your trophy is here. And George is handing over the trophy to Tito. ഹാപ്പി അല്ലേ? അപ്പോൾ നമ്മുടെ റഫ് ബാറ്റിലിന് വേണ്ടി ഇവിടെ ഫസ്റ്റ് അടിച്ചിട്ടുള്ളത് നമ്മുടെ ക്ലബ്ബിലെ ഡിറ്റോ ബായിയാണ്. പുള്ളിയുടെ 370Z ആണ് കിടക്കുന്നത്. സൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സൗണ്ട്. നമുക്ക് ആളോട് ചോദിച്ചു നോക്കാം വണ്ടിയിൽ എന്തൊക്കെ പണി ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ എന്തൊക്കെയാണ് വണ്ടിയിൽ പണി ചെയ്തിട്ടുണ്ട്? വണ്ടി ഇപ്പോൾ ടെസ്റ്റ് പൈപ്പ് ചെയ്തിട്ടുണ്ട്, കാറ്റില്ല. പിന്നെ ISR എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ വൈപ്പ് പൈപ്പ് ചെയ്തിട്ടുണ്ട്. ടൊമൈൻ്റെ ടൈറ്റാനിയം എക്സോസും പിന്നെ ട്യൂണും ചെയ്തിട്ടുണ്ട്. ഡൈന മോട്ടോർ സ്പോർട്സ് എന്ന് പറഞ്ഞ ഒരു ഡൈനോ ട്യൂൺ ചെയ്തിട്ടുണ്ട്. ഈ പോപ്സിന് വേണ്ടി പൊട്ടുന്നതിന് എന്നാ ചെയ്തത്? ഫ്ലെയിം മാപ്പ് ചെയ്തിട്ടുണ്ട്. ഫ്ലെയിം മാപ്പ് ചെയ്തിട്ടുണ്ട്. അത് ട്യൂണിൻ്റെ ഒപ്പം എക്സ്ട്രാ ഒരു ട്യൂൺ പോലെ ചെയ്യുന്നതാണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഫ്ലെയിം മാപ്പ് ഉണ്ട്, ബെർബിൾ ട്യൂൺ ഉണ്ട്, പിന്നെ പവർ. വണ്ടി ഇപ്പൊ എന്നെ എത്ര 340 വീല് പുഷ് ചെയ്യുന്നുണ്ട്. 340 വീല് കഴിഞ്ഞിട്ട്. ഓക്കെ ഓക്കെ. ടയറും കാര്യങ്ങളൊക്കെ ട്രാക്ക് സ്ലിക്ക് ടയേഴ്സ് ആണ് കിടക്കുന്നത്. ടയർ നാൻകാങ്ങിന്റെ CRS ട്യൂൺ കൊണ്ട് ഒരു സെമി സ്ലിക്സ് കിടക്കുന്നത്. പിന്നെ കോണിക്കിന്റെ ഹീലിയോഗ്രാം എന്ന് പറഞ്ഞ വീല്. ഓക്കെ ഓക്കെ. ബ്രേക്ക് ഫുൾ EBCന്റെ ബ്രേക്ക് ഫുൾ അപ്ഗ്രേഡ് ചെയ്തു. ബ്രേക്ക് ഫുൾ അപ്ഗ്രേഡ് ചെയ്തായിരുന്നു. ഇത് എൻ്റെ ബേസാണ് വരുന്നത്. അപ്പോൾ ബേസ് ബ്രേക്കിൽ നിന്ന് ഞാൻ സ്പോട്ടെക്കിലും നിസ്മോയിലൊക്കെ വരുന്ന ബ്രേക്സ്. അടിപൊളി അടിപൊളി. അപ്പൊ ഫുൾ ഒരു ട്രാക്ക് സ്പെക്കിലേക്ക് ബിൽഡ് ചെയ്തിരിക്കുകയാണ്. അത് ഓപ്പൺ ലാപ്പിംഗും അതെ അതെ പറ്റുവാണെങ്കിൽ ഫ്യൂച്ചറിൽ ടൈം അറ്റാക്കും ചെയ്യാൻ അതെ. അടിപൊളി. ബിൽഡ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സെറ്റ്. ഓക്കെ. അപ്പോൾ നമ്മൾ കൂടുതൽ ഇപ്പോൾ ഡിറ്റോ പാച്ചിലെ കുറേ കണ്ടന്റുകൾ നമ്മുടെ വീഡിയോ ഇനി എടുക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലബിൽ ബെസ്റ്റ് യൂറോയും ബെസ്റ്റ് മോട്ടോർ സൈക്കിളും അടിച്ച ടീം അരുൺജി. നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരിക്കും. വണ്ടി പുള്ളി സുപരിചിതമാണ്. പക്ഷേ പുള്ളിക്കാണ് ഈ പ്രാവശ്യം നമ്മുടെ ഈ ഡ്രാഗ് ഇവന്റ് ഫോട്ടോ ബാറ്റിലുണ്ടായിരുന്നു, അതിന് ട്രോഫി അടിച്ചത്. ഇത് പുള്ളിക്ക് ബെസ്റ്റ് മോട്ടോർ സൈക്കിൾ, അത് ഇതാണ്. ഇത് പുള്ളിക്ക് ബെസ്റ്റ് യൂറോ കാർ, അപ്പോൾ അതടിച്ചതാണ്. അപ്പോൾ എന്നാ പറയാനുള്ള 2 എണ്ണം അടിച്ചിട്ടുണ്ട്. ഒന്നും പറയാനില്ല. ഇതുപോലെ ഞാൻ കുറെ പേരോട് വോട്ട് ചോദിച്ചു, അവരെല്ലാവരും വോട്ട് ചെയ്തു, എന്നെ സഹായിച്ചു, സന്തോഷം. അതെ. അപ്പം പരിപാടികളൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു. അപ്പൊ ഇനി നമ്മുടെ അടുത്ത ഇവന്റ്സൊക്കെ വരുന്നുണ്ട്. ഇത് നമ്മളൊരു ചെറിയ ഓർഗനൈസ് ആയിരുന്നു റൗബാറ്റിന്റെ. അപ്പം ഇനി ഇതുപോലത്തെ വീഡിയോസ് ആയിട്ട് നമ്മൾ വരാം. അപ്പം